ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഷിക്കാക്ക പൗഡർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഇതുവരെ ഷിക്കാക്ക ഉപയോഗിച്ചിട്ടില്ലാത്തവർക്കും ഇനി ഉപയോഗിക്കുന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സൂപ്പറായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമുക്ക് ലഭിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഷാമ്പു പൗഡറുമാണിത്. ഷിക്കാക്ക ഞാൻ ഇതിനകത്ത് കൂടുതൽ ഉപയോഗിക്കാൻ കാരണം ഷിക്കാക്ക ഉപയോഗിക്കുമ്പോൾ നമ്മുടെ എത്ര വലിയ ഡാൻഡ്രഫും കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. പിന്നെ മുടി നല്ല കറുപ്പോടെ നീളത്തോടെ വളരാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത വൈറ്റ് ഹെയർ കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. ഒരുപാട് ഷാമ്പു ഉപയോഗിക്കുന്ന മൂലമാണ് നമുക്ക് ഷാമ്പുവിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ മുഖേന നമുക്ക് ഒരുപാട് ഗ്രേ ഹെയർ ഒക്കെ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇത് ഉപയോഗിക്കുന്ന വഴി ഗ്രേ ഹെയർ ഒക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്തെന്നും അതിൻ്റെ ബെനിഫിറ്റുകളെന്നും അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഇതാണ് ഷിക്കാക്ക. ഇത് നമ്മുടെ മുടി നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. മുടിക്ക് യാതൊരുവിധ ഡാമേജും വരുത്താതെ മുടിയിലെ ഓയിലൊക്കെ മാറി നല്ല ഹെൽത്തി ഷൈനി ആയിട്ട് കിടക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. ഇതിപ്പോൾ ഞാൻ ഷിക്കാക്കയുടെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഷിക്കാക്ക നമുക്ക് മിക്സിയിൽ പൊടിക്കാൻ ഇച്ചിരി പാടുണ്ട്. നിങ്ങൾ പുറത്താണിത് പൊടിക്കുന്നതെങ്കിൽ ഷിക്കാക്ക അവൈലബിൾ ആണെങ്കിൽ അത് വാങ്ങിക്കണം. ഇതിപ്പം ഞാനിപ്പം 60-ൻ്റെ 3 പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. അടുത്ത നമ്മളെടുത്തുനിന്ന് ചെറുപയറാണ്, പിന്നെ ഉലുവ, പിന്നെ ഉണക്കനെല്ലിക്ക, ഇതാണ് സോപ്പങ്കായ എന്ന് പറയാം. പിന്നെ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്ന ആര്യവേപ്പിൻ്റെ ഇലയാണ്. ഇത് ഇത്രയും നമ്മൾ നല്ലതായിട്ടൊന്ന് ഉണങ്ങി നമ്മളിത് പൊടിച്ച് വെക്കാനുണ്ട്. അപ്പോൾ നല്ലതായിട്ട് ഒരു 5 ദിവസമെങ്കിലും രാവിലെ തൊട്ട് ഒരു വൈകുന്നേരം വരെയുള്ള വെയിൽ കൊണ്ട് ഒട്ടും തണുപ്പടിക്കാതെയും പിന്നെ മണ്ണൊന്നും കയറാതെയൊക്കെ നല്ലതായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വേണം നമ്മളിത് ഉണക്കിയെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സോപ്പിനട്ട്, അതിൻ്റെ കൂടെ രാമച്ച എടുത്തിട്ടുണ്ട്. രാമച്ച നമ്മുടെ തലയിലെ വിയർപ്പൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരുന്ന അതൊക്കെ മാറാനും മുടിക്ക് നല്ലൊരു സുഗന്ധം ലഭിക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നു. ഇതാണ് നമ്മുടെ സോപ്പിനട്ട് എന്ന് പറയും, സോപ്പുങ്ക. നമുക്ക് നമ്മുടെ താളി നല്ലതായിട്ടൊരു നല്ല പത വരാനും മുടിക്ക് നല്ല ക്ലീൻ ചെയ്യാൻ, നല്ല ഡീപ്പായിട്ടുള്ള ക്ലീൻ ആക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. ഇത് ഉപയോഗിക്കുന്ന വഴി മുടി നല്ലൊരു ഷൈനിങ്, പ്രത്യേക ഒരു ഷൈനിങ് വരാനൊക്കെ ഈ സഹായിക്കുന്നു. ഇതിനകത്തൊരു കായുണ്ട്. ആ കാ പൊട്ടിച്ച ശേഷം വേണം നമ്മളിതെടുക്കാനായിട്ട്. ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സോപ്പ്നട്ടാണ്. ഇത് നമ്മുടെ ഷിക്കാക്കയുടെ പകുതിയാണ് ഈ സോപ്പ്നട്ട് എടുത്തേക്കുന്നത്. അടുത്ത നമ്മളിരിക്കുന്ന ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ നമ്മുടെ അരിവേപ്പിലയാണ്. ഇത് ഉണങ്ങി വെച്ചിരിക്കുകയാണ്. ചെമ്പരത്തിപ്പൂ നമ്മുടെ നല്ല കണ്ടീഷൻ നൽകാനൊക്കെ ഒരുപാട് സഹായിക്കുന്നു. നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി. ആളുകളൊക്കെ പോകാനായിട്ട് മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. പിന്നെ നമ്മുടെ നെല്ലിക്ക, ചിലർക്ക് ഷാമ്പൂ ഒക്കെ ഇടുന്ന സമയത്ത് അധികമായിട്ട് മുടി കൊഴിയെന്ന് പറയുന്നു, പാക്കൊക്കെ ഇടുന്ന സമയത്ത് മുടി കൊഴിയുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് നല്ല ബേബി ഹെയർസ് ഒക്കെ നല്ല കരുത്തോടെ വളരാനായിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്നു. മുടിക്കൊക്കെ നല്ല കറുപ്പ് നൽകാനൊക്കെ ആയിട്ട് സഹായിക്കുന്നു ഉണക്കനെല്ലിക്ക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുപയറും ഉലുവയും, ഇതും അതുപോലെ തന്നെ മുടിയിലെ ഡാൻഡ്രഫൊക്കെ മാറാനും മുടിക്ക് നല്ലൊരു മോയ്സ്ചർ കണ്ടൻറ്റ് തരാനും പിന്നെ അധികം ഫ്രിസ്നെസ്സൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്നു. അപ്പം ഇതെല്ലാം നല്ലതായിട്ട് ഉണങ്ങിയ ശേഷം നമുക്ക് ഇനി ഒരു മിക്സിയുടെ ജാർ, നല്ലതായിട്ട് ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ലതായിട്ട് പൊടിക്കാം. ഇത് നിങ്ങൾ പുറത്താണ് പൊടിക്കുന്നതെങ്കിൽ നല്ലതായിട്ട് ഷിക്കാക്ക പൗഡറിന് പകരം ഷിക്കാക്ക തന്നെ വാങ്ങിക്കണം. ഇതിപ്പോൾ ഞാൻ പൊടിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് എയർ ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിലിട്ട് വെക്കാം. നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ അലോവേരയോ ഫ്ലാക്സീഡൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ നോർമൽ ഹെയർ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ഓയിലി ഹെയറിലാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒന്നെങ്കിൽ കഞ്ഞിവെള്ളം, പൊളിപ്പിച്ച കഞ്ഞിവെള്ളം, ഇത് മിക്സ് ചെയ്ത് വെച്ച് ഒരു 5-10 മിനിറ്റ് ശേഷം നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് തലയിൽ എണ്ണ അപ്ലൈ ചെയ്ത ശേഷം തലയോട്ടിയിലും മുടിയിലും നല്ലതായിട്ട് പുരട്ടി നമ്മൾ മേലൊക്കെ കഴുകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കഴിയാം. ഇതിപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഹെർബൽ ഷാമ്പു പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ടാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ മുമ്പത്തെ ഹെയറും ഈ ഒരു ഹെയറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എപ്പോഴും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.